ഞങ്ങൾ പ്രളയവുമായി ബന്ധപ്പെട്ട ഈ ജില്ലയിലെ സ്ഥിതിഗതികൾ ഉദ്യോഗസ്ഥരുമായി വിലയിരുത്തി. ഇതുണ്ടായ അപ്പോൾ മുതൽ ഈ ജില്ലയുടെ ചാർജ് കൂടിയുള്ള മന്ത്രി ശ്രീ PC വിശ്വനാഥിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു, MLA-മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഇവിടെ 133 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 6400-ലധികം പേരുണ്ട് ക്യാമ്പിലുണ്ട്. തിരുവല്ല ഭാഗത്താണ് ഇപ്പോൾ കൂടുതൽ ക്യാമ്പുകൾ വന്നിരിക്കുന്നത്. വെള്ളം ഇറങ്ങാതിരിക്കുന്ന പ്രശ്നം അവിടെയാണ്. ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ വിലയിരുത്തി സംസ്ഥാന സർക്കാർ പൂർണ്ണമായ അധികാരം ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ട്. എത്ര രൂപ വേണമെങ്കിലും ചെലവാക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. ക്യാമ്പിലെ ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ശുചിയായ രീതിയിൽ ഭക്ഷണം കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ചെയ്തു വരുന്നുണ്ട് ഭംഗിയായിട്ട്. ആവശ്യമായ ടോയ്ലറ്റ് സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബയോ ടോയ്ലറ്റുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ലൈറ്റ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ പ്രത്യേകമായ സുരക്ഷാ സംവിധാനം എല്ലാ ക്യാമ്പുകളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിഞ്ഞു കഴിയുമ്പോൾ തിരിച്ച് വീടുകളിലേക്ക് പോകുന്നവർക്ക് വെള്ളം കയറിയ വീടുകൾക്ക് 10,000 രൂപ ധനസഹായമായിട്ട് അത് നൽകും. തീർച്ചയായിട്ടും ഇത് ഒരു പത്തനംതിട്ട ജില്ലയിൽ ഈ പ്രതിഭാസം വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ 2018-ലെയും 19-ലെയും വലിയ പ്രളയത്തിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ, അതിനുശേഷമുള്ള ഒരു നടപടിക്രമങ്ങൾ സ്വീകരിക്കാത്തതിന്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. പമ്പ ഉൾപ്പെടെയുള്ള നദികളിലെല്ലാം അന്ന് വന്നടിഞ്ഞ മണ്ണും ഓരോ പ്രളയത്തിലും വന്നടിയുന്ന മണ്ണും നിറഞ്ഞു കിടക്കുകയാണ്.